നമസ്കാരം. സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും അന്ധവിശ്വാസികളാണ് ഭൂരിപക്ഷം പേര് എന്ന് ഞാൻ പറയും. ട്രപ്പീസ് കളിക്കാരെ പോലെ ഞാനിന്മേൽ കളി പോലെ അപകടവും ചതിയും നിർഭാഗ്യവും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന മേഖലയാണല്ലോ രാഷ്ട്രീയവും സിനിമയും. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചെയ്യാൻ പാടില്ലാത്ത കൊള്ളരുതായ്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കരുണാകരൻ അറിയില്ലായിരുന്നു ഒരു ദിവസം കൊണ്ട് എന്നെ തള്ളിയിടും, ഉമ്മൻചാണ്ടി സംഘവും ആൻ്റണിയെ മുന്നിൽ നിർത്തി തള്ളിയിടുമെന്ന് വിചാരിച്ചാണ്. ഒരു ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലെ ഒരു പ്രോഗ്രാമിൽ നിന്നിട്ട് ചാരാ 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 എന്ന് വിളിച്ചല്ലേ ആ മനുഷ്യനെ തള്ളിയിട്ടത്. കരുണാകരൻ സ്വപ്നം കണ്ടതാണ്. ഒരു കഥകെട്ടവന്മാരും പറഞ്ഞാൽ അദ്ദേഹം കേൾക്കില്ലായിരുന്നു. ഒരു ഏകാധിപതിയായിരുന്നല്ലോ. കമ്മ്യൂണിസ്റ്റുകാരനായ സുകുമാരനെ KSFDCയുടെ ചെയർമാനാക്കിയപ്പോൾ സുധീരൻ അടക്കം അന്നത്തെ കാലത്ത് ഒരുപാട് പേര് എതിർപ്പ് പ്രകടിപ്പിച്ചു. പോടാ ഇന്ത്യയിലേക്ക്, ഞാൻ എനിക്കിഷ്ടമുള്ളവരെ വയ്ക്കും എന്ന് പറഞ്ഞ അത്രയും ദാക്ഷ്യത്തോടെ ജീവിച്ച കരുണാകരനെ ഒരു ചാരപ്പണി ഒപ്പിച്ചുകൊണ്ടൊന്ന് തള്ളിയിട്ടില്ലേ, കരുണാകരൻ പോലും വിചാരിക്കാത്തിടത്ത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അപകടവും ചതിയും നിർഭാഗ്യവും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന മേഖല തന്നെയാണ് രാഷ്ട്രീയവും സിനിമയും. അതിനാൽ തന്നെ അന്ധവിശ്വാസത്തിലും ജ്യോതിഷത്തിലും നേർച്ചയിലും ഒക്കെ ഈ രണ്ടു കൂട്ടരും അന്ധമായി വിശ്വസിക്കും. ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന് പറഞ്ഞ ഒരു കള്ളസ്വാമി ഉണ്ടായിരുന്നു, ആത്മീയ കച്ചവടക്കാരൻ എന്ന് പറയാം. അനുവാദം വാങ്ങാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ റൂമിൽ ആരുടെയും പെർമിഷൻ വാങ്ങാതെ കയറി ഇറങ്ങാവുന്ന വിമാനം പറപ്പിച്ച് നടന്ന സ്വാമിയായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി. സഞ്ജയ് ഗാന്ധി മരിച്ചപ്പോഴൊക്കെ, വിമാനാപകടത്തിൽ മരിക്കുമ്പോഴൊക്കെ അവിടെ താക്കൽക്കൂട്ട് അന്വേഷിച്ച് നടന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം ഈ ധീരേന്ദ്ര ബ്രഹ്മചാരിയാണ്. ഇവിടെ കരുണാകരനും യേശുദാസും ഒക്കെ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, ഭൂതം ഭാവി വർത്തമാനമൊക്കെ പറയുന്നത്. മിത്ര നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ജ്യോതിഷ പണ്ഡിതൻ പറയുന്നതിനപ്പുറം യേശുദാസോ കരുണാകരൻ സാറോ അനങ്ങില്ലായിരുന്നു. സിനിമയിൽ ഒരു രവി വിലങ്ങനുണ്ടായിരുന്നു. ഞാനൊരു എപ്പിസോഡ് ചെയ്തു, എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടി മദ്രാസിയിലെത്തിയ ആളാണ് രവി വിലങ്ങൻ. എപ്പോഴോ സിനിമാക്കാരുമായി ചങ്ങാത്തമായി. പത്രം ഓഫീസിലെ പണി ഉപേക്ഷിച്ച് തിരക്കഥ എഴുതാനിറങ്ങി. ചന്ദ്രകുമാറിൻ്റെ ജ്യേഷ്ഠൻ ഗോപികുമാറിൻ്റെ അരയന്നം, ശങ്കരൻ നായരുടെ ചന്ദ്രബിംബം, പിന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് അന്തപുരം, പാഞ്ചജന്യം, രതിലയം, പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങൾക്ക്, തിടമ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾക്ക് തിരക്കഥ എഴുതി. മനുഷ്യ മനസ്സിൻ്റെ വാതായനം തുറക്കാൻ പുസ്തകങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച മനുഷ്യനായിരുന്നു രവി വിലങ്ങൻ. കിട്ടിയ പണമെല്ലാം പുസ്തകം വാങ്ങാനായിട്ട് ചെലവിട്ടു. ന്യൂമറോളജിയും ജ്യോതിഷവും ലൈംഗിക വിജ്ഞാനവും ഒക്കെ ഒരുപാട് വായിച്ച് തിരക്കഥാകാരനായ ആളാണ്. ഇതിനിടയിൽ കണ്ണുകൾ, ചന്ദ്രബിംബം മുതലായ സിനിമകൾക്ക് പാട്ടും എഴുതി. പിന്നെ ജീവിതം ദുസ്സഹമായി. ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രേം നസീർ കൈകൊടുത്തു, തൻ്റെ സെക്രട്ടറിയാക്കി. പ്രേം നസീറിൻ്റെ മരണം പലരെയും അനാഥമാക്കിയപ്പോൾ രവി വിലങ്ങനും അനാഥനായി. അപ്പോഴാണ് രവി വിലങ്ങൻ ജ്യോതിഷിയായി മാറിയത്. വിരുഗംപക്കം കാളിയമ്മൻ കോവിലിന് സമീപം മഹാകാളി ഉപാസകൻ K. രവീന്ദ്രൻ എന്ന പേരിലുള്ള ബോർഡും വച്ച് അങ്ങ് തുടങ്ങി. സിനിമാക്കാർ ക്യൂ നിന്ന് കാളിയെ ഉപാസിക്കുന്ന രവി വിലങ്ങനെ കണ്ടു. എന്നും പ്രശ്നങ്ങളുള്ളവരാണല്ലോ സിനിമാക്കാർ. സിനിമാ നിർമ്മാണത്തിൽ പലതരം തടസ്സങ്ങൾ. മകളുടെ വിവാഹത്തിന് സിനിമാക്കാരനായതിനാൽ എന്താ പറയുക, വിചാരിക്കുന്ന അവസരങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പയ്യന്മാരെ കിട്ടുന്നില്ല, തടസ്സം. താമസിക്കുന്ന വീടിൻ്റെ രാശി കുറവാണ് കാരണമെന്നായിരിക്കും ചിലപ്പോൾ രവി വിലങ്ങൻ പറയുന്നത്. സിനിമയിൽ ശ്രദ്ധ ഊന്നാൻ കഴിയുന്നില്ല വേറെ ചിലർക്ക്. K. രവീന്ദ്രൻ എന്ന രവി വിലങ്ങൻ കബഡി നിരത്തി താമ്പൂല പ്രശ്നം വച്ചു. പലതരം പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു. കാഞ്ഞിരത്തടിയിലും പൂച്ചത്തലയിലും ഒക്കെ കോഴിമുട്ടയിലും ഒക്കെ ചെയ്തു വെച്ച ഈ പറയുന്ന ക്ഷുദ്രങ്ങളൊക്കെ രവീന്ദ്രൻ പോക്കി. വന്നവർ അനുഭവം പറഞ്ഞ് പെട്ടെന്ന് രവി വിലങ്ങൻ ശ്രദ്ധേയനായി. ഇവിടെ ആറ്റിയാൽ ഒരാളിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ദാമ്പത്യ സുഖം കിട്ടാൻ വേണ്ടി ഒരു ഏലസ്. കേരളത്തിൽ ജീവിക്കുന്ന ഭാര്യയും ഗൾഫിലിരിക്കുന്ന ഭർത്താവും കൂടി ദാമ്പത്യ സുഖത്തിന് ഏലസ് കിട്ടിയാൽ എവിടെ കിട്ടാൻ ആ സുഖം? ഇതിന് പോകുന്നവരൊന്നും അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ദാമ്പത്യ സുഖം കിട്ടാനുള്ള ഏലസ്. പിന്നെ ധന ആകർഷണ യന്ത്രം,
എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ അദ്ദേഹം ഉണ്ടാക്കി ആറ്റുകാൽ ഉള്ള ഒരാൾ. കാരണം പ്രശ്നങ്ങളുള്ളവരല്ലേ ഇയാളെയൊക്കെ കാണാൻ പോകും, ഒപ്പം മണ്ടന്മാരും ആയിരിക്കണം. അപ്പോൾ ജ്യോതിഷ ബിസിനസ് തകർത്തു പണം വാരി, ജീവിതം സുന്ദര സുലഭമായി മാറി. പക്ഷേ അതൊക്കെ വെറും ക്ഷണികമായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. പറയുന്നതൊന്നും ക്ലച്ച് പിടിക്കാതായി. മഹാകാളി ജ്യോതിഷാലയം പൂട്ടി. ജീവിക്കാനായി ഏഷ്യാനെറ്റിൽ ശശികുമാർ ഏഷ്യാനെറ്റിൽ ഒരു ജോലി കൊടുത്തു. ഞാൻ ഈ കോൺക്ലേവിന് കണ്ടപ്പോൾ ശശികുമാറിനോട് സാറിനോട് ചോദിക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. അപ്പം വേണമെങ്കിൽ രവിവിലങ്ങൻ്റെ കാര്യം കൂടെ ചോദിക്കായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. ചന്ദന കുറിയിട്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഉടുത്ത് ഓഫീസിലെത്തിയ രവിവിലങ്ങൻ പെട്ടെന്ന് എല്ലാവരുമായി അടുത്തു. പ്രത്യേകിച്ച് ചാനൽ ഉപദേശകനായ ഒരാളോട്. ഒരു നാൾ ഉപദേശകനെ രവിവിലങ്ങൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ ചെന്ന ഉപദേശകൻ കാണുന്നത് നിരവധി നിലവിളക്കുകളും പുകപടലങ്ങളും അതിൻ്റെയൊക്കെ നടുവിലിരിക്കുന്ന ചെമ്പട്ടുധാരിയായ വിലങ്ങനെയായിരുന്നു. രാത്രി വന്നാൽ താൻ ഉപാസിക്കുന്ന മൂർത്തിയായ ഭദ്രകാളിയെ കാണിച്ചു തരാം എന്നൊക്കെ വച്ച് കാച്ചി. താൻ കണ്ടതൊക്കെ ഉപദേശകൻ PTA ശശികുമാറിനോട് പറഞ്ഞു. അതും ഭീതിയോടെയാണ് പറഞ്ഞത്. അയാൾ വരണ്ടു പോയി ശരിക്കും. ഉപദേശകൻ്റെ ഭീതി മാറ്റാൻ PTA ശശികുമാർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ശശികുമാർ ചെയ്തത് രവി വിലങ്ങനെ അങ്ങ് പിരിച്ചുവിട്ടു ഏഷ്യാനെറ്റ്. എന്തിനധികം വലിയ പ്രായമൊന്നും ആകാതെ ജീവിതത്തോട് ഏറ്റുമുട്ടി പരാജിതനായ രവി വിലങ്ങൻ ഒരു നാൾ മദ്രാസിലെ പേരൂർ വൈദ്യുതി ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങി. രവി വിലങ്ങൻ്റെ ലക്ഷക്കണക്കിന് വിലയുള്ള പുസ്തകങ്ങൾ മാഹിയിലെ കലാഗ്രാമത്തിന് ഭാര്യ സംഭാവന ചെയ്തു. ആ പാവ സ്ത്രീയും മകളും തൃശ്ശൂരിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടാവും. ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ചിരിക്കാം. രവി വിലങ്ങൻ ഭദ്രകാളി സേവ ആ പാവം 2 ജീവിതങ്ങളെ തുണച്ചില്ല എന്നുള്ളതാണ്. രവി വിലങ്ങൻ്റെ ഭദ്രകാളി സേവ കൊണ്ട് ആ ഭാര്യയ്ക്കോ മകൾക്കോ ഒരു ഗുണവും ഉണ്ടായില്ല. സിനിമ ജോത്സ്യത്തിൻ്റെ കഥ പറഞ്ഞത് വിലങ്ങൻ്റെ ദാരുണമായ അന്ത്യത്തിലായി. കേരളത്തിൽ സിനിമാക്കാരുടെ ഭാവി ഭൂതം വർത്തമാനം ഒരു 10 വർഷക്കാലം നിയന്ത്രിച്ചത് എറണാകുളത്ത് കോരയെന്നും കോരസാറെന്നും കോരച്ചേട്ടനെന്നും എന്നൊക്കെ വിളിച്ചിരുന്ന സിനിമാക്കാർ സ്നേഹ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ഇതിൽ തന്നെ പലപ്പോഴും പറഞ്ഞു തോന്നും. തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച തിരക്കഥാകാരൻ കല്ലൂർ ഡെന്നീസിനെ വരെ കോരയുടെ ചീട്ട് തെറിപ്പിച്ചിട്ടുണ്ട്. കറുത്ത ഷാഡ കാണുന്നു, കല്ലൂർ ഡെന്നീസിനെ മാറ്റൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരായ സംവിധായകർ വരെ കട്ട് ചെയ്തു കല്ലൂർ ഡെന്നീസിനെ. ചില നിർമ്മാതാക്കളും സംവിധായകരും കോരയുടെ അടിമകളായിരുന്നു കുറേ കാലം. പിന്നീട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായി മാറിയ K. മധുവിൻ്റെ ആദ്യ സിനിമയെ പോലും തെറിപ്പിച്ച ആളായിരുന്നു ഈ കോര. ചില സംവിധായകരുടെ പേരിനെ പോലും സ്പെല്ലിങ്ങുകൾ അങ്ങോട്ട് മാറ്റി I ഇങ്ങോട്ടിട്ട് E അങ്ങോട്ട് മാറ്റുന്നൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയിട്ട പേരിനെ വരെ സ്പെല്ലിങ്ങുകൾ മാറ്റി മറിച്ച് ഭാഗ്യം പരീക്ഷിച്ച ആളായിരുന്നു ഈ കോര. ആകപ്പാടെ എൻ്റെ അറിവിൽ കോര പ്രവചിച്ച ഒരു നല്ല കാര്യമേ ഉള്ളൂ. ഡെന്നിസ് ജോസഫിനെ തിരക്കഥ എഴുത്തുകാരനാക്കി മാറ്റിയത് കോരയുടെ ചീട്ടായിരുന്നു. വേറെ ആരുടെയൊക്കെയോ പേരുകൾ ഇട്ടപ്പോൾ എല്ലാത്തിൽ നെല്ല് വിടുന്നു. അവസാനം കോര പറഞ്ഞു, ഈ പടം എഴുതാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? താൻ എന്ന് പറഞ്ഞ് ഡെന്നിസ് ജോസഫിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഡെന്നിസ് ജോസഫ് തിരക്കഥാകൃത്തായി മാറിയത്. ദ്രോഹിച്ചതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലാലു അലക്സിനെ ഷെഡിൽ കയറ്റിയത് കോരയായിരുന്നു എന്ന് പറയാം. അയാളുടെ പ്രവചനമാണ് ലാലു അലക്സിനെ നശിപ്പിച്ചത്. വില്ലനായും ക്യാരക്ടർ റോളുകളിലും വന്ന് നായക നടനേക്കാൾ കയ്യടി വാങ്ങിയ നടനായിരുന്നല്ലോ ലാലു അലക്സ്. അദ്ദേഹത്തോട് ഇനി ഇത്തരം വേഷങ്ങളിലേക്ക് ഡേറ്റ് കൊടുക്കരുത്, ഇനിയുള്ള കാലം നീയാണ് സൂപ്പർ സ്റ്റാർ എന്ന് ചീട്ടിൽ കാണുന്ന കാര്യം പറഞ്ഞ് പാവം ലാലുച്ചായനെ കൺഫ്യൂഷനാക്കി. ഇനി നായകനായേ ഞാനുള്ളൂ എന്ന് ലാലു അലക്സ് സ്വാഭാവികമായിട്ടും തീരുമാനിച്ചു. നായകനായതുമില്ല, ക്യാരക്ടർ റോളുകൾ ചെയ്യാതെയും പോയി. അവിടേക്കാണ് ലാലു അലക്സിൻ്റെ ആ പോസ്റ്റിലേക്കാണ് നമ്മുടെ മുരളിയെണ്ണം വരുന്നത്. അദ്ദേഹം ശക്തനായി എത്തി ആ സ്ഥാനം കൈയടക്കി. കോരച്ചേട്ടൻ്റെ മരണശേഷം ചീട്ട് കശക്കാൻ കശക്കുന്ന പരിപാടിയൊക്കെ അതോടെ നിലച്ചു. അങ്ങനെ പിൻഗാമിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു SN സ്വാമിയൊക്കെ ഈ കോരയുടെ ചീട്ടുകളി പഠിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ഒന്നും ഫലവത്തായില്ല. വൈദികനോ മറ്റോ ആയ കോരച്ചേട്ടൻ്റെ മകൻ കോരയുടെ ചീട്ടും ക്രിസ്ത്യൻ സമുദായത്തിൽ അനുവർത്തിക്കാൻ പാടില്ലാത്തതും
ആയ എല്ലാം കത്തിച്ച് ഒഴിവാക്കി എന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ലൊരു ഫോട്ടോ പോലും കോരച്ചേട്ടൻ്റെ അവശേഷിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വൈദികൻ നമ്മുടെ ക്രിസ്ത്യൻ സഭയ്ക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു നല്ല ഫോട്ടോ പോലും കോരച്ചേട്ടന് കിട്ടാത്തത്. ഇന്നും പല പഴയ സിനിമാക്കാരുടെയും പേഴ്സിൽ കോര ദൈവമായി ഇരിപ്പുണ്ട് എന്ന് പറയുന്നു. പലരുടെയും സ്വകാര്യ പേഴ്സിൽ രാവിലെ എണീച്ച് ചേട്ടാ എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇത്രയും നേരം സിനിമാക്കാരുടെ അന്ധവിശ്വാസത്തെയും മലയാള സിനിമയിൽ രവി വിലങ്ങനും കോരയുമൊക്കെ ഉണ്ടാക്കിയ സ്വാധീനവും പറയാനൊരു കാരണമുണ്ട്. ബാംഗ്ലൂർ നഗരത്തിൽ ഭാവി പ്രവചിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഡൊളോറസ് പെരേര എന്നായിരുന്നു അയാളുടെ പേര്. ഡൊളോറസ് പെരേര. പെരേരയെ കാണാൻ ഒരു വൈകുന്നേരം ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3 പേര് ചെന്നു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും. അതിലൊരാൾ സിനിമാക്കാരൊക്കെ വയ്ക്കുമ്പോൾ ഒരു തൊപ്പി വെച്ച മെലിഞ്ഞ മനുഷ്യനായിരുന്നു. മറ്റേ ആൾ ചെറുപ്പമാണെങ്കിലും മോശമല്ലാത്ത തടിയുള്ള ആപ്പിൾ നിറമുള്ള ആളായിരുന്നു. സ്ത്രീ ഈ ആപ്പിൾ നിറമുള്ള ഈ തടിയൻ്റെ ഭാര്യയാണ്. പെരേരയോട് തൊപ്പിക്കാരൻ സ്വയം പരിചയപ്പെടുത്തി. ഞാനൊരു സിനിമാ സംവിധായകനാണ്. ഇദ്ദേഹം എൻ്റെ സിനിമയിൽ കൊടും വില്ലനായി അഭിനയിക്കുന്നു. ആദ്യ സിനിമയാണ് കക്ഷിയുടെ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ കൂടെ ഉള്ള ആൾ, 3ാമത്തെ ആൾ. അപ്പോൾ പെരേര ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. താങ്കളെപ്പറ്റി ഇവിടെയുള്ള സിനിമാക്കാരായ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞറിയാം. ഞാൻ ചെയ്യുന്ന സിനിമയെപ്പറ്റി, ഈ പുതുമുഖത്തിൻ്റെ ഭാവിയെപ്പറ്റി എല്ലാം അറിഞ്ഞാൽ കൊള്ളാം. അതിനാണ് വന്നത്. എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിലൊന്ന് നോക്കണം. സ്വാമി എന്ന് വിളിച്ചോന്ന് എനിക്കറിയണ്ട. പെരേര ആയതുകൊണ്ട് സ്വാമി എന്ന് വിളിക്കാവില്ല. ഡൊളോറസ് പെരേരയ്ക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു ഇരയെ മുന്നിൽ കിട്ടിയിരിക്കുന്നു. പെരേരയ്ക്കും ആയുധം എന്ന് പറയുന്നത് ഈ ചങ്കും ചക്രമൊക്കെ വെച്ച് കറക്കലൊന്നുമല്ല, ചീട്ട് തന്നെയാണ്. അദ്ദേഹം തൻ്റെ മാന്ത്രിക കാർഡുകൾ നിരത്തി കണ്ണടച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പിന്നെ നിരത്തിയ മാന്ത്രിക കാർഡിൽ നിന്നും 3 കാർഡ് അദ്ദേഹം തപ്പിയെടുത്തു. എന്നിട്ട് കണ്ണടച്ചുകൊണ്ടാണ് തപ്പിയെടുക്കണേ. എന്നിട്ട് കണ്ണ് തുറന്നു കാർഡുകളിലേക്ക് നോക്കി. ആ 3 കാർഡിൽ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണങ്ങ് വികസിച്ചു. വെളുത്ത തടിയനോട് പറഞ്ഞു, ഹലോ, താങ്കൾ ലോകമറിയുന്ന നടനായി മാറും ഈ സിനിമയോടെ. ഈ ആദ്യമായിട്ട് അഭിനയിക്കാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പോകുന്ന സിനിമയോടെ ലോകമറിയുന്ന നടനായി താങ്കൾ മാറും. ഇതുപോലൊരു സിനിമ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വിധം ഈ സിനിമ നിങ്ങളെ പ്രശസ്തനാക്കും. ഈ സിനിമ കാണാനായി ജനങ്ങൾ തിക്കിത്തിരക്കും. വർഷങ്ങൾ കടന്നു പോവും ഈ സിനിമയുടെ പ്രദർശനം. ചാക്കിലൊന്നും നിൽക്കില്ല അനിയ, പണം വാരി കൂട്ടും എന്ന് ഡൊളോറസ് പറഞ്ഞു. ഡൊളോറസ് പെരേരയുടെ എന്താ പറയുക പ്രവചനം 101% സത്യമായി ഭവിച്ചു. പെരേരയുടെ മുന്നിൽ ഇരുന്ന വെളുത്ത തടിയൻ അംജദ് ഖാൻ എന്നാണ് പിന്നീട് നമ്മളെല്ലാം അറിഞ്ഞത്. 3 വർഷം തുടർച്ചയായി അഭിനയിച്ച അംജദ് ഖാൻ അഭിനയിച്ച സിനിമ 3 വർഷമാണ് ആദ്യത്തെ സിനിമ പ്രദർശിപ്പിച്ചത്. അങ്ങനെ അംജദ് ഖാൻ എന്ന ഇതിഹാസ നടനായി അദ്ദേഹം മാറി. തൊപ്പിക്കാരൻ്റെ പേര് ഞാൻ പറയണ്ടല്ലോ, രമേഷ് സിപ്പി എന്ന സംവിധായകനായിരുന്നു ആ മെലിഞ്ഞ തൊപ്പിക്കാരൻ. ഷൈല ഖാൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ അംജദ് ഖാൻ്റെ ഭാര്യയാണ് കൂടെ ഉണ്ടായിരുന്നത്. 1955 ചാർ പൈസെ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അംജദ് ഖാൻ അഭിനയം തുടങ്ങിയതാണ്. അതാണ് അംജദ് ഖാൻ്റെ ആദ്യത്തെ സിനിമ. അല്ലാതെ ഷോലെ അല്ല ആദ്യത്തെ സിനിമ, ചാർ പൈസെ എന്നുള്ള സിനിമയായിരുന്നു. 1951 എടുത്ത നസ്നീൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ബാലനടനായിട്ടായിരുന്നു അംജദ് ഖാൻ്റെ തുടക്കം. ദില്ലി ദൂർ നഹീലിലും ബാലതാരമായി 1957. പിന്നെയും 2 സിനിമകളിൽ ഈ പയ്യൻ വേഷമിട്ടു. 5 സിനിമകൾക്ക് ശേഷമാണ് ഷോലയിലെ കൊടും വില്ലനായ ഗബ്ബർ സിംഗ് എന്ന് പറഞ്ഞ വേഷത്തിലേക്ക് വരുന്നത്. 1975 50,000 രൂപ അംജദ് ഖാൻ ഷോലെ എന്ന് പറഞ്ഞ സിനിമയിലെ ഗബ്ബർ സിംഗിന് വാങ്ങുമ്പോൾ അതിലെ നായകനായ ധർമ്മേന്ദ്രയ്ക്ക് 1,50,000 രൂപയും സഞ്ജീവ് കുമാറിന് 1,25,000 രൂപയും
ആ മെലിഞ്ഞ പയ്യനായ ഹൈറ്റുള്ള അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ പയ്യന് 1,00,000 രൂപയായിരുന്നു ഷോലയിലെ പ്രതിഫലം. 1975, അതായത് 50 വർഷം മുമ്പ്. 1975 30 കോടി രൂപ മുടക്കിയാണ് ഷോലെ എടുത്തത്. അക്കാലത്ത് 150 കോടി നേടിയ സിനിമയായിരുന്നു ഷോലെ. 3 മണിക്കൂർ 18 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരുന്നു ഷോലെ, ആദ്യത്തെ ഷോലെ എന്ന് പറഞ്ഞ സിനിമ. 70 mm എന്ന വലിയ ക്യാൻവാസിൽ ചിത്രീകരിച്ച സ്റ്റീരിയോഫോണിക് സൗണ്ട് ട്രാക്ക് ഉപയോഗിച്ച സിനിമയാണ് ഷോലെ. ബോംബെയിലെ മിനർവ തിയേറ്ററിൽ 5 വർഷത്തിലധികം പ്രദർശിപ്പിച്ച സിനിമയായിരുന്നു ഷോലെ. അവസാനം ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുന്നവർക്ക് വരെ ബോറടിച്ച് ഭ്രാന്തായി തുടങ്ങി. കാരണം 5 വർഷമായിട്ട് ഒരേ ശബ്ദം, ഒരേ പാട്ട് അല്ലേ കേൾക്കുന്നത്. 1975 ആഗസ്റ്റ് 15 ഷോലെ തിയേറ്ററിലെത്തിയത്. അപ്പോൾ ഈ വരുന്ന 15-ാം തീയതി 50 വർഷം തികയും. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് റിലീസ് ചെയ്തത്. അണയാത്ത കനൽ തുണ്ട് എന്നാണ് ഷോലെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ നാടോടി കഥകൾ പോലെ ഷോലെ ഇന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സുകളിൽ പതിഞ്ഞ പേരാണ് എന്ന് ഞാൻ പറയും. പക്ഷേ പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് ഷോലെ എന്നറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ തലമുറയ്ക്കൊക്കെ നാടോടി കഥ പോലെ നമ്മുടെ മനസ്സിൽ കിടന്നാണ് ഷോലെ. ഒരു തവണ തിയേറ്റർ അനുഭവമായി കണ്ടിട്ടില്ലാത്തവർ പോലും 50 വർഷം തികയുന്ന ഈ വേളയിലും ഇന്ത്യയിലെ പണം വാരി പടമായി ഷോലെ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ടും പറയും. ഷോലയുടെ വിജയഘടകങ്ങൾ എന്തൊക്കെയാകാം? ഷോലയ്ക്ക് മുമ്പും പിൻപും കൊള്ളക്കാരുടെയും അവരെ നേരിടുന്ന നിയമപാലകരുടെയും ചില വീരശൂര നായകന്മാരുടെയും കഥകൾ നിരവധി തവണ ഇന്ത്യൻ സിനിമയുടെ വിജയ ഫോർമുലയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ചിരിച്ചുകൊണ്ട് കൊല്ലാകൊല ചെയ്യുന്ന ഗബ്ബർ സിംഗ് 50 വർഷം പിന്നിടുമ്പോഴും ഷോലെ കണ്ടിട്ടുള്ളവരുടെ മനസ്സിൽ മായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പേടിച്ചു പോയ ഇതാണ്. മുറുക്കി ചോപ്പിച്ച് ഇവിടെയൊക്കെ ചുവന്ന കളറൊക്കെ ആയി പച്ച പട്ടാള ഉടുപ്പൊക്കെ ഇട്ട് എന്തോ പെർഫോമൻസ് ആയിരുന്നു ഗബ്ബർ സിംഗിൻ്റെ. 10 തവണ ഷോലെ കണ്ടിട്ടുള്ളവർക്ക് പോലും സീൻ ബൈ സീനായി ഷോലയെ പറ്റി കഥ പറയാനാകില്ല. തിരക്കഥയുടെ മേക്കിംഗ് ആ ലെവലിലായിരുന്നു. അതൊരു സത്യമാണ്. ഞാൻ തന്നെ എനിക്ക് 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യമധ്യാന്തം കഥയായിട്ട് പറയാൻ കഴിയില്ല, സീക്വൻസുകൾ മാത്രമേ പറയാൻ കഴിയൂ. അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ മികവ്. ഫ്ലാഷ് ബാക്കും പ്രസൻറ്റ് ടൈമും കൂടിക്കൊഴിഞ്ഞു മറിയുന്ന ഒരു ശൈലിയാണ് ഷോലയിൽ. ഠാക്കൂർ ബൽദേവ് സിംഗ് ആരും അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത മനുഷ്യനായിരുന്നു. ജയിലിൽ നിന്നും ചാടിയ ഗബ്ബർ സിംഗ് ഠാക്കൂറിൻ്റെ കുടുംബത്തെ, അതായത് ഈ ഗബ്ബർ സിംഗിനെ അറസ്റ്റ് ചെയ്ത ആളാണ് ഈ ഞാൻ പറഞ്ഞ ഈ ബൽദേവ് സിംഗ്, ഠാക്കൂർ ബൽദേവ് സിംഗ് എന്ന് പറഞ്ഞ ആൾ. അങ്ങനെ ജയിൽ ചാടിയ ഗബ്ബർ സിംഗ് ഠാക്കൂറിൻ്റെ കുടുംബത്തെ തീർക്കുന്നു. ഠാക്കൂറിൻ്റെ 2 കൈകളും അയാൾ വെട്ടിമാറ്റി. അതിലൊരു സീനുണ്ട്. കൈയില്ലാന്നറിയുന്ന ആ ഷാളിങ്ങനെ മാറ്റുമ്പോൾ 2 കൈയില്ലാത്ത 2 ഉടുപ്പിൻ്റെ കൈകൾ കിടന്ന് പറക്കുന്ന ഒരു മനോഹരമായ സീനുണ്ട്. ഈ സംഭവം മുഴുവൻ പ്രസൻറ്റിൽ പറഞ്ഞിട്ട് ഫ്ലാഷിലൂടെ പോയി പ്രസൻറ്റിൽ പിന്നെയും എത്തിയെന്ന് പ്രേക്ഷകരായ നമ്മൾ അറിയുന്നത് ഠാക്കൂർ മൂടിയിരുന്ന ഷാള് പറന്നുപോയി 2 കൈകളുമില്ല എന്ന് കാണുമ്പോഴാണ്. വല്ലാത്ത സീനായിരുന്നു അത്. എവിടെ വച്ചാണ് ബൽദേവ് സിംഗ് കഥ പറയുന്നിടത്ത് നിന്നും ഫ്ലാഷിലേക്കാണ് പോയതെന്നോ അവിടെ നിന്ന് എപ്പോഴാണ് പ്രസൻറ്റായി എത്തിയതെന്നോ നമ്മൾ അറിയാത്തത് സീനുകളുടെ കണക്ഷൻ ആ വിധത്തിലായിരുന്നു. ഈ സിനിമയെ 2007 ആഗ് എന്ന പേരിൽ റാം ഗോപാൽ വർമ്മ റീപ്രൊഡ്യൂസ് ചെയ്തു. മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, അജയ് ദേവഗൺ, പ്രശാന്ത് രാജ്, സുസ്മിത സെൻ മുതലായവരായിരുന്നു ആഗിലെ അഭിനേതാക്കൾ. 210 കോടി മുടക്കി 227 കോടി നേടിയ ചിത്രമാണ്. എങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കാലത്തെടുത്ത ദൃശ്യാനുഭവമായ പഴയ ഷോലയുടെ 7 അയലത്ത് രാം ഗോപാൽ വർമ്മയുടെ ആഗ് എത്തിയില്ല എന്നുള്ളതാണ് സത്യം. സഞ്ജയ് കുമാറിൻ്റെ ആ റോളിൽ ആ വേഷത്തിലായിരുന്നു മോഹൻലാൽ നരസിംഹ എന്ന വേഷം ചെയ്തത്. രസം എന്താണെന്ന് വെച്ചാൽ അംജദ് ഖാൻ്റെ ഗബ്ബർ സിംഗ് ബബ്ബൻ സിംഗായി മാറി. ആ വേഷം വില്ലനായിട്ട് ഗബ്ബർ സിംഗിൻ്റെ വേഷം ബബ്ബൻ സിംഗ് ആയപ്പോൾ ആ വേഷം ചെയ്തത് അമിതാഭ് ബച്ചനാണ്. ഷോലയിലെ നായക കഥാപാത്രം ആര് എന്ന് ചോദിച്ചാൽ ഠാക്കൂർ ബൽദേവ് സിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാക്കിയുടെ ഉത്തരവാദിത്വം കാണിച്ച ഠാക്കൂറിൻ്റെ ജീവിതത്തിൽ വന്ന അശനിപാതവും അയാൾ തിരിച്ച് ഗബ്ബർ സിംഗിനെ ഉന്മൂലനാശം വരുത്തുന്നതുമാണല്ലോ ഷോലയുടെ കഥ.
തൻ്റെ ജീവിതം തകർത്തവനെ തീർക്കാൻ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന വീരു, ജയ് എന്ന് പറയുന്ന 2 പേരെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ബന്ധത്തിൽ വിളിച്ചു വരുത്തി പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യിക്കുന്ന വിഷയമാണ് ഷോലെ. ഠാക്കൂറിൻ്റെ വീട്ടിലെത്താൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാടകയ്ക്കെടുത്ത കുതിരവണ്ടിയുടെ ഉടമസ്ഥ ബസന്തിയുമായി വീരു ആകർഷനാകുന്നതും ഠാക്കൂറിൻ്റെ വിധവയായ മകൾ രാധയുമായി ജയ് പ്രണയത്തിലാകുന്നതും ഒക്കെ ഈ സിനിമയിലുണ്ട്. എന്നാൽ ഠാക്കൂർ സ്ഥിരമായി പറയുന്ന തൻ്റെ ലക്ഷ്യം ഉണ്ടിതിൽ. മുച്ചേ ഗബ്ബർ ചാഹിയെ, എനിക്ക് ഗബ്ബറിനെ വേണം ജീവനോടെ എന്നാണ് സഞ്ജീവ് കുമാർ ചെയ്ത ആ വേഷം എപ്പോഴും പറയുന്നത്. വെടിവയ്പ്പും കുതിരയോട്ടവും സ്റ്റണ്ടും ഒക്കെ യഥേഷ്ടമുള്ള സിനിമയായിരുന്നു ഷോലെ. പിന്നീട് ഇത്തരം സിനിമകൾ എടുക്കുന്നവർക്കൊക്കെ ഈ വഴിയെ തന്നെ പോകേണ്ടി വന്നു. അത്രയ്ക്ക് സ്വാധീനിച്ചു ഷോലെ. ഇപ്പോൾ ഭാർഗവി നിലയം എന്ന് പറഞ്ഞൊരു സിനിമ വന്നതോടുകൂടി വെള്ള സാരിയും വെള്ള ജാക്കറ്റും ഇട്ട പെൺ യക്ഷികളെ പിന്നെയുള്ള എല്ലാ സിനിമ എടുത്തവർക്കും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയായിരുന്നു ഷോലയുടെ അവസ്ഥ. കാരണം ഈ പറയുന്ന വെടിവയ്പ്പും കുതിരയോട്ടവും സ്റ്റണ്ടും കെട്ടിമറിയലും ചാടിച്ചവിട്ടും ഒക്കെ ആയിട്ട് ഷോലയിൽ എന്തൊക്കെ കാണിച്ചോ അതെല്ലാം കൊള്ളക്കാരന്മാർ കാണിക്കണമെന്ന് പിന്നെ എല്ലാ സിനിമകളിലും അങ്ങനെ ചെയ്യേണ്ടി വന്നു. നമ്മളൊക്കെ തിയേറ്ററിൽ കണ്ട ക്ലൈമാക്സ് ആയിരുന്നില്ല യഥാർത്ഥ ഷോലയിൽ. അടിയന്തരാവസ്ഥ കാലമായിരുന്നു. 1975 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥയായിരുന്നു. 70 കോടി ജനങ്ങൾക്കായി ഞാൻ സംസാരിച്ചോളാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഓർഡറിട്ട കാലം, ഇന്ദിരാഗാന്ധി ഓർഡറിട്ട കാലമാണ്. വായടക്കൂ, പണിയെടുക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും സംസാരിക്കേണ്ട, മിണ്ടിപ്പോരുത്, എല്ലാവർക്കും ചേർന്ന് ഇന്ത്യയിൽ ഒരാൾ സംസാരിച്ചാൽ മതി എന്ന് തീരുമാനിച്ച കാലം. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത സമയം. ക്ലൈമാക്സ് തുടങ്ങുമ്പോൾ ജയ് ഠാക്കൂറിൻ്റെ തോക്കിന് ഇരയാവുന്നു. മരിച്ചു കിടക്കുന്ന ജയ്യുടെ ഉണങ്ങാത്ത ചോര ഈച്ചകൾ മൊത്തി കുടിക്കുന്നതൊക്കെ ഗബ്ബർ സിംഗിനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ തോന്നുന്ന വിധത്തിലാണ് രമേഷ് സിപ്പി ചിത്രീകരിച്ചത്. വീരു ഗബ്ബറിനെ തോൽപ്പിച്ച് പിടിച്ച് ഠാക്കൂറിന് കൈമാറും. തകർന്നു പോയ ഗബ്ബറിൻ്റെ നിലത്ത് തള്ളിയിട്ട് ഷൂ കൊണ്ട് ഞെരിച്ച് ബോധം കെടുത്തി ഒരു കുന്തം കൊണ്ടാണ് ഗബ്ബർ സിംഗിനെ കുത്തിക്കൊല്ലുന്നത്. എന്നിട്ട് തൻ്റെ ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ആദ്യമായി ഈ ഠാക്കൂർ കരയുന്നിടത്ത് ഷോലെ അവസാനിക്കും. നോക്കുകുത്തി ആകേണ്ടിയിരുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്നതിനും പ്രേക്ഷകരെ ചിന്തിപ്പിക്കാനുമായിരുന്നു ക്ലൈമാക്സ് ഇങ്ങനെ ചിത്രീകരിച്ചത്. തെരഞ്ഞെടുപ്പും പൗരാവകാശങ്ങളും ഒക്കെ നിർത്തി വച്ചിട്ട് നാവടക്കൂ പണിയെടുക്കൂ എന്ന് മാത്രം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജൂൺ 24-ാം തീയതിയാണ് ഷോലയുടെ സെൻസറിങ്. ആലോചിച്ച് നോക്കിയേ, അടിയന്തരാവസ്ഥ എന്ന് പ്രഖ്യാപിച്ച അന്നാണ് ഷോലയുടെ സെൻസറിങ്. സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥനും ഒരു റോളും ഇല്ലാത്ത സമയം. എല്ലാം മേളിൽ നിന്ന് തീരുമാനിക്കുകയാണ്, അല്ലാതെ സെൻസർ ബോർഡ് ഓഫീസർമാർക്കൊന്നും ഒരു റോളും ഇല്ല. പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടായി. അത് ഷോലയെ ബാധിച്ചു. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് മുഴുവൻ മാറ്റി ചിത്രീകരിക്കാൻ നിർദ്ദേശം വന്നു. പറ്റില്ല എന്ന് പറഞ്ഞാൽ രമേഷ് സിപ്പി അകത്താവും, ജാമ്യം പോലും കിട്ടില്ല. ഠാക്കൂർ തൻ്റെ ഷൂസ് ഉപയോഗിച്ച് ഗബ്ബറിനെ കൊല്ലാൻ ശ്രമിക്കുന്നിടത്ത് പോലീസ് പതുപോലെ വരും. ഗബ്ബർ എന്ന ക്രൂരനായ കൊലപാതകയായ മാന്യനെ കൊല്ലുന്നതിൽ നിന്നും ഠാക്കൂറിനെ പോലീസ് തടഞ്ഞു. നിയമത്തിൻ്റെ വഴിയിലേക്ക് ഠാക്കൂറിനെ വിട്ടുകൊടുത്തു. വീരു ബസന്തിയുമായി തീവണ്ടിയിൽ കയറി ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ചലിച്ചു തുടങ്ങുമ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ഓരോന്നായിട്ടിങ്ങനെ വരും. അങ്ങനെയാണല്ലോ ഷോലെ അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലമാണ്. അവർ സിനിമയെ എങ്ങനെ എടുക്കണമെന്ന് വരെ അവർ തന്നെ തീരുമാനിക്കുന്ന കാലമായിരുന്നു. ഇങ്ങനെയൊക്കെ ക്ലൈമാക്സ് മാറ്റിയിട്ടും നിരവധി കട്ടുകൾക്ക് ശേഷമാണ് യു സർട്ടിഫിക്കറ്റ് ഷോലേക്ക് സെൻസർ ബോർഡ് നൽകിയത്. കുറസോവയുടെ ദ 7 സമുറായി, 1 ജാക്സിൻ, ഓൺസ് അപ്പോൺ എ ടൈം ഇൻ ദ ബെസ്റ്റ് മുതലായ സിനിമകളിലെ നിരവധി രംഗങ്ങൾ ഷോലയിൽ സന്നിവേശിപ്പിച്ചു എന്ന് അക്കാലത്ത് പലരും പറയാതെ പറഞ്ഞു. ഗ്വാളിയറിന് സമീപമുള്ള ഗ്രാമങ്ങളെ വിറപ്പിച്ചിരുന്ന ഗബ്ബർ സിംഗ് എന്നു പേരുള്ള ജീവിച്ചിരിക്കുന്ന ഒരു കൊള്ളക്കാരനെയാണ് ഷോലയിൽ ഗബ്ബർ സിംഗ് എന്ന മാതൃക ആക്കിയതെന്നാണ് അണിയറക്കാർ പറയുന്നത്. താരങ്ങൾക്കും സംവിധാന നിർമ്മാതാക്കളും കുടികിടപ്പുകാരെ പോലെ കണ്ടിരുന്ന തിരക്കഥ എഴുത്തുകാർ എന്ന വർഗത്തിനെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച സിനിമയായിരുന്നു ഷോലെ എന്ന് പറയാം. കാരണം തിരക്കഥാകൃത്തിനൊന്നും ഒരു റോളും സിനിമയിലില്ലായിരുന്നു. ഒന്നിൽ ആരാ പറയുമ്പോൾ താരങ്ങൾ തീരുമാനിക്കും ഇങ്ങനെ എഴുതാം അങ്ങനെ എഴുതുന്നു, അല്ലെങ്കിൽ സംവിധായകരും നിർമ്മാതാക്കളും തീരുമാനിക്കും. അതിനപ്പുറം ഒരു സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് തിരക്കഥയാണ് എന്ന് തെളിയിച്ച തിരക്കഥയാണ് ഷോലയുടേത്.
ഷോലെ ദ മേക്കിംഗ് ഓഫ് എ ക്ലാസിക് എന്ന പെൻഗിൻ 2000 പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ രചയിതാവ് അനുപമ ചോപ്രയോട് ഷോലയുടെ തിരക്കഥാകാരന്മാരിൽ ഒരാളായ സലിം ഖാൻ പറഞ്ഞത്, കൂടെ തിരക്കഥ എഴുതിയ ജാവേദ് അക്തറും ആ പറഞ്ഞത് ശരിവച്ചു. സംവിധായകൻ രവേഷ് സിപ്പി ഇവരെ ഉൾക്കൊണ്ടു. കാരണം തിരക്കഥയിൽ ഒരു മാറ്റം വരുത്താൻ അവർ സമ്മതിച്ചിരുന്നില്ല. ബോളിവുഡിൽ കഥാകൃത്തിനും തിരക്കഥാകൃത്തിനും ഇരിപ്പ് പലയ്ക്ക് പകരം കസേര വലിച്ചിട്ട് ഇരിക്കാനായത് ഷോലെ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് എന്നത് ചരിത്രം. പിന്നെ ആ കസേര ആരും വലിച്ചു മാറ്റിയില്ല എന്ന് പറയാം. കാരണം കഥാകൃത്തും തിരക്കഥാകൃത്തും വന്നാൽ ഒരു വിലയും സെറ്റിലില്ലായിരുന്നു. പക്ഷേ കസേര വലിച്ചിട്ടിരിക്കാമെന്ന് തെളിയിച്ച ആദ്യത്തെ സിനിമയാണ് ഷോലെ. ജയ് എന്ന വേഷം നിശ്ചയിച്ചിരുന്നത് അന്ന് താരമായി വളർന്നിരുന്ന ശത്രുഘ്ൻ സിൻഹയ്ക്കായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ചിത്രീകരിക്കുന്ന സിനിമയ്ക്കായി കുറേ നാൾ മാറി നിൽക്കാനാവാത്ത തിരക്കിലായിരുന്നു ശത്രുഘ്ൻ സിൻഹ. ബാംഗ്ലൂരിന് സമീപമുള്ള രാംദേവര ബേട്ട എന്ന ഗ്രാമത്തിലാണ് ഷോലയുടെ സെറ്റിട്ടത്. വില്ലൻ വേഷങ്ങളിൽ നിന്നും ശത്രുഘ്ൻ സിൻഹ പതിയെ നായകനിലേക്ക് മാറുന്ന കാലമാണ്. ഷോലയിൽ നിന്ന് ശത്രുഘ്ൻ സിൻഹ പിന്മാറി. നായകൻ സഞ്ജീവ് കുമാറാണല്ലോ. പകരം ആരാണെന്നുള്ള അന്വേഷണ സമയത്ത് ധർമ്മേന്ദ്രയാണ് ബച്ചൻ്റെ പേര് ശുപാർശ ചെയ്തത്. അന്നൊക്കെയാണ് ആ പരസ്പര സഹകരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അക്കാലത്ത് തുടക്കക്കാരനായ അമിതാഭ് ബച്ചൻ ധർമ്മേന്ദ്രയുടെ സെറ്റുകളിൽ പതിവായി വരും. പുതുമുഖമായ ബച്ചൻ്റെ ശബ്ദം, സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ കുടുംബ മഹിമ എല്ലാം ധർമ്മേന്ദ്ര ശ്രദ്ധിച്ചു. ഒരു വലിയ കവിയുടെ മകനല്ലേ അമിതാഭ് ബച്ചൻ. അപ്പോൾ അദ്ദേഹം ധർമ്മേന്ദ്രയുള്ള സെറ്റിലൊക്കെ ചെല്ലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയിലുള്ള ശബ്ദവും അദ്ദേഹത്തിൻ്റെ കുലീനമായ പെരുമാറ്റമൊക്കെ ധർമ്മേന്ദ്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പുതുമുഖം എന്ന് പറയാവുന്ന ബച്ചനെ നിങ്ങൾ ജയ് ഏൽപ്പിക്കൂ, ജയ് എന്ന് പറഞ്ഞ വേഷം ഏൽപ്പിക്കൂ, അയാൾ മനോഹരമാക്കുമെന്ന് രമേഷ് സിപ്പിക്ക് ധർമ്മേന്ദ്ര ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണ് ശത്രുഘ്ൻ സിൻഹ ചെയ്യേണ്ടിയിരുന്ന വേഷം അമിതാഭ് ബച്ചനിലേക്ക് എത്തുന്നത്. അത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം ശത്രുഘ്ൻ സിൻഹയ്ക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഷോലയ്ക്ക് പിന്നാലെ ദീവാർ എന്ന സിനിമയിലേക്കും ശത്രുഘ്ൻ സിൻഹയെയാണ് നിശ്ചയിച്ചത്. അവിടെയും ശത്രു പിന്മാറി. പകരം ആ വേഷവും ബച്ചനിലേക്ക് വന്നു ചേർന്നു. ഈ 2 സിനിമകളും സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി ബച്ചനെ സൂപ്പർ സ്റ്റാറാക്കാൻ എത്ര സഹായിച്ചുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു വിമാനയാത്രക്കിടയിൽ നമ്മുടെ മമ്മൂക്ക രഞ്ജി പണിക്കരോട് ചോദിച്ചു, "ഇടോ അടുത്ത പ്രോജക്റ്റ് ഏതാ?" എന്ന് ചോദിച്ചു. അടുത്ത പ്രോജക്റ്റ് ഞങ്ങളൊരു കള്ളസ്വാമിയുടെയും അതിൻ്റെ ചുറ്റുപാടിലെ രാഷ്ട്രീയമൊക്കെ പറയുന്നൊരു സിനിമയാണ്. അതിലൊരു CBI ഉദ്യോഗസ്ഥൻ്റെ വേഷമുണ്ട്. CBI ഉദ്യോഗസ്ഥനായ മാധവൻ. ചെയ്യാമോ എന്ന് മമ്മൂക്കയോട് ചോദിച്ചു. എടോ ഞാൻ CBIയും പോലീസും SI ഒക്കെ ഒരുപാട് ചെയ്തതല്ലേ, ആ സുരേഷ് ഗോപിയെ വിളിച്ച് അഭിനയിപ്പിക്കും. ഗുളിയെ നിൽക്കുന്ന നേരത്ത് പറഞ്ഞതാവാം. അങ്ങനെ ഏകലവ്യയിലെ CBI മാധവൻ സുരേഷ് ഗോപി ചെയ്തതോടെയാണല്ലോ അദ്ദേഹം താരമായി മാറുന്നത്. അതുപോലെയാണ് ശത്രുഘ്ൻ സിൻഹ തിരക്കുകൊണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ വന്ന് ചിത്രീകരണത്തിലൊന്നും ഒരുപാട് കാലം നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്രയും തിരക്കുണ്ട്, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുക എന്ന് പറഞ്ഞിടത്താണല്ലോ. അല്ലെങ്കിൽ ദീവാർ എന്ന് പറഞ്ഞ പടം അമിതാഭ് ബച്ചൻ്റെ എക്കാലത്തെ ഹിറ്റ് സിനിമയാണല്ലോ ദീവാറും. അതിൽ നിന്നും ശത്രു സിൻഹ മാറിയപ്പോൾ ആ 2 പടവും അമിതാഭ് ബച്ചന് കിട്ടിയതുകൊണ്ടാണ് ഇന്നത്തെ അമിതാഭ് ബച്ചൻ പെട്ടെന്ന് ജന്മം കൊണ്ടത് എന്ന് പറയാം. ധർമ്മേന്ദ്രയുടെ വീരുവിൻ്റെ കാമുകിയായ, ധർമ്മേന്ദ്ര ചെയ്ത വീരുവിൻ്റെ കാമുകിയായ കുതിരവണ്ടക്കാരി ബസന്തിയായ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരം ഹേമമാലിനി ധർമ്മേന്ദ്രയുടെ ഹൃദയത്തിൽ ഇടം കൊണ്ട് തുടങ്ങിയ കാലത്താണ് ഷോലയിൽ അവർ ജോഡികളായത്. നല്ല രസമാണ് അവർ 2 കൂടെ ഉള്ളത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിക്കുന്ന കാലത്തെ ബച്ചൻ്റെ പ്രണയിനിയായിരുന്നു ജയബാദുരി. അവരെ കാണാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊല്ലുന്ന ചുള്ളിക്കമ്പ് പോലെയുള്ള ഒരു പയ്യൻ ഇടയ്ക്കിടെ വന്നു പോകുന്നത് ജയബാദുരിയോടൊപ്പം ആ ബാച്ചിൽ പഠിച്ചവർക്കെല്ലാം അറിയാമായിരുന്നു. ജയ് ആകാൻ ബച്ചനെത്തുമ്പോൾ വിധവയായ രാധയായി ജയബാദുരി ആണെന്ന് അമിതാഭ് ബച്ചൻ അറിയില്ലായിരുന്നു. ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈ കിട്ടിയ സന്തോഷമായിരുന്നു ബച്ചൻ. ഇവിടെ പണം വാരി പടങ്ങളായ മഞ്ഞിലുരിഞ്ഞ പൂക്കൾ, റാംജി റാവു സ്പീക്കിംഗ് മുതലായവയെ പോലെ ഷോലെ റിലീസായപ്പോഴും സിനിമയോ പാട്ടുകളോ പ്രേക്ഷകരെ ഒട്ടും ആകർഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. നിരൂപക കേസരികൾക്കും ഒന്നും തോന്നിയില്ല ഷോലെ കണ്ടിട്ട്. ശക്തമായ വാമൊഴികളിലൂടെയാണ് ഷോലെ മുൻകാല റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറിയത്. ഇപ്പോൾ റാംജി റാവു സ്പീക്കിംഗ് ഞാൻ ആദ്യ ദിവസം കണ്ടത് നഗരത്തിൽ പോയി രാപ്പാർക്കാമെന്ന് പറഞ്ഞ ശ്രീനിവാസനൊക്കെ ഉള്ള ഒരു പടം കാണാൻ പോയി ടിക്കറ്റ് കിട്ടിയില്ല. ചക്കയൊക്കെ തളിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസനെയൊക്കെ കണ്ടുകൊണ്ടാണ് അത് കാണാൻ പോയത്. ചിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നിരാശനായി നടന്നു വരുമ്പോൾ പഴയ ശക്തി തിയേറ്ററിൽ
നോക്കുമ്പോൾ റാംജി റാവു സ്പീക്കിംഗ് എന്നൊക്കെ ഒട്ടിച്ചേക്കണം. ആരുമില്ല. ഞാനൊരു ടിക്കറ്റ് എടുത്ത് സമയം പോകാം എന്ന് പറഞ്ഞ് അവിടെ കയറിയിരുന്നു. പടം എഴുതി കാണിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചാരി ഇരുന്നിട്ടില്ല. ചിരിച്ച് ആഫീസ് പൂട്ടി. 3ാമത്തെ 4ാമത്തെ ദിവസം അച്ഛനെയും സിന്ധുവിനെയും കൊണ്ട് സിനിമ കാണാൻ ചെന്നപ്പം ഹൗസ്ഫുൾ. 3 പ്രാവശ്യമായിട്ട് പോയ ശേഷം 4ാമത്തെ പ്രാവശ്യമാണ് അവരെ കൊണ്ടുപോയി റാംജി റാവു കാണിക്കാൻ പറ്റിയത്. അതേ അനുഭവമായിരുന്നു ഷോലേക്കും ഉണ്ടായത്. കാരണം കണ്ടവർ വായ്മൊഴിയിലൂടെ ഷോലയെ മുൻകാല റെക്കോർഡുകളിൽ നിന്നെല്ലാം തകർത്ത് മുന്നേറാൻ സഹായിച്ചു. ഷോലെ ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. അതുവരെയുള്ള എന്നല്ല, റിലീസിന് ശേഷം ഏറെക്കാലം ഷോലെ നേടിയ കളക്ഷൻ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരു ചിത്രവും ഉണ്ടായിരുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വമ്പൻ വിജയമാകാമെന്ന് ഷോലെ തെളിയിച്ചു. 6 കോടി ടിക്കറ്റുകൾ വിറ്റു റഷ്യയിൽ. 6 കോടി ടിക്കറ്റ്. അതിന് മുമ്പ് മുൻവർഷം അതിൻ്റെ മുമ്പ് വന്ന ഒരു സിനിമ ഏതെന്ന് ചോദിച്ചാൽ ചെമ്മീൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സിനിമയായിരുന്നു സോവിയറ്റ് യൂണിയനിൽ വലിയ പ്രദർശന വിജയം നേടിയ മറ്റൊരു സിനിമ. 2002 ഇതുവരെ നിർമ്മിച്ച ഏറ്റവും മികച്ച ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നായി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പട്ടികയിൽ 1ാമതെത്തിയ സിനിമയാണ് ഷോലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കണക്ക്, ബാംഗ്ലൂരിലെ ജ്യോതിഷി ഡൊളോറസ് പെരേര ഒരു വൈകുന്നേരം പറഞ്ഞ കണക്ക്, അംജദ് ഖാൻ ലോകമറിയുന്ന താരമായി മാറി. രമേഷ് സിപ്പി സൂപ്പർ ഡയറക്ടറായി. ഷോലെ അക്കാലത്ത് കോടികൾ വാരിക്കൂട്ടി. അമിതാഭ് ബച്ചൻ സൂപ്പർ സ്റ്റാറായി വളർന്നു. പിന്നെ ജയഭാരതിയെ പ്രേമിച്ച് ജയബാദുരിയെ തന്നെ അദ്ദേഹം ജീവിത സഖിയാക്കി. വേറെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നിട്ട് പോലും ബസന്തയായി വന്ന ഹേമമാലിനിയെ ധർമ്മേന്ദ്രയും കിട്ടി. ഇപ്പോൾ ഈ വരുന്ന സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ആഗസ്റ്റ് 15 അന്ന് 50 വർഷം തികയാണ് ഷോലെ ഇറങ്ങിയിട്ട്. 50 വർഷം തികഞ്ഞ ഒരു ലോക ക്ലാസിക് സിനിമയെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ടാണ് അഡ്വാൻസായിട്ട് ഞാൻ ഷോലയെക്കുറിച്ച് സംസാരിച്ചത്. ഷോലെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഈ ചാനൽ സ്ഥിരമായി കാണുന്ന യുവ പ്രേക്ഷകരുണ്ടെങ്കിൽ യൂട്യൂബിലെങ്കിലും ഷോലെ കാണാൻ ശ്രമിക്കണം. ഷോലെ കണ്ടിരിക്കണം. ഒരു കച്ചവട സിനിമ ഇത്രയും വൃത്തിയായിട്ട് എടുക്കാമെന്ന് അതിന് മുമ്പോ ശേഷമോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയും മനോഹരമായി ചിത്രീകരിച്ച സിനിമയായിരുന്നു ഷോലെ. സൂപ്പർ ഹിറ്റുകളുടെ കഥയിൽ വേണമെങ്കിൽ പറയാമായിരുന്ന ചിത്രമാണ് ഷോലെ. നിങ്ങളെല്ലാവരും ഷോലെ കാണണം. ഒരാവർത്തിയെങ്കിലും കണ്ടിരിക്കണം മലയാളി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.